ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ വാക്കുകൾ മാത്രമല്ല, ചിത്രങ്ങളും സംസാരിക്കട്ടെ. വായനയുടെ സംസ്കാരവും കലയുടെ സർഗാത്മകതയും കുട്ടികളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഉപ്പുതറയിൽ ചിത്രരചനാ പരിശീലനം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിമോൾ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ എന്ന സന്ദേശം സമൂഹത്തിലേക്ക് ശക്തമായി പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ ഉപ്പുതറ ചിന്ത വായനശാലയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ പരിശീലനവും മത്സരവും സംഘടിപ്പിച്ചു. ഉപ്പുതറ SNDP ഹാളിൽ നടന്ന പരിപാടി വായനശാല പ്രസിഡന്റ് കെ കലേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിമോൾ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയയിലും മൊബൈൽ ഫോണിലും ഒതുങ്ങിപ്പോകുന്ന പുതുതലമുറയെ വായനയുടെയും കലകളുടെയും ലോകത്തേക്ക് കൈപിടിച്ചുണർത്തുന്നതിൽ വായനശാലകളുടെ പങ്ക് നിർണായകമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ജിമോൾ രാജേഷ് പറഞ്ഞു. വായനശാല അതിയായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ വളരെയധികം അഭിനന്ദനാർഹമാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തുന്നതിൽ. അക്ഷരങ്ങൾ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും കഴിവുകളെയും ഉണർത്തുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന ഒന്നാണ് കല. അതുപോലെ ഒരു കലയാണ് നമ്മുടെ ചിത്രരചന. നമ്മൾ കുഞ്ഞിലെ ആദ്യം ഒരു ചിത്രം വരയ്ക്കുമ്പോഴത്തേനും നമ്മുടെ ലോകത്ത്, നമ്മുടേതായ ലോകത്ത് നിന്നുകൊണ്ടുള്ളൊരു ചിത്രമാണ് നമ്മൾ ആദ്യം നമ്മുടെ പേപ്പറിൽ വരയ്ക്കുന്നത്. പിന്നീട് അവരോടും പറയാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ വരയിലൂടെയും അതുപോലെ തന്നെ നിറങ്ങളിലൂടെയും നമ്മുടെ ക്യാൻവാസിലേക്ക് പകർത്തിയെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട്. എൻ്റെ മക്കളെ, തൃപ്പൂണിത്തറ RLV കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥി നന്ദന നിരുപമ രജികുമാറാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത്. ചിത്രരചനയുടെ അടിസ്ഥാന പാഠങ്ങൾക്കൊപ്പം ലഹരിവിരുദ്ധ സന്ദേശങ്ങളും പരിശീലനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് നൽകി. ദേശീയ സീനിയർ വടംവലി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ടീമംഗം രേണുക രാജേഷിനെ ചടങ്ങിൽ ആദരിച്ചു. വിജേഷ് വിജയൻ, സിജോ TK, ഷിജോ ഫിലിപ്പ്, K സലീം, അനിറ്റ സ്റ്റാലിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളുടെ കലാവാസനയും വായനാശീലവും കൂടുതൽ വളർത്തുന്നതിനായി തുടർ പരിശീലനങ്ങളും സംഘടിപ്പിക്കുമെന്ന് വായനശാല ഭാരവാഹികൾ അറിയിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ.